ഇറാനിന്റെ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ യുഎസും ഇസ്രായേലും കലാപങ്ങൾക്ക് ഉത്തരവിട്ടുകൊണ്ട് ഇറാനിൽ കുഴപ്പവും ക്രമക്കേടും വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇറാനികൾ കലാപകാരികളിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും അകലം പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്തു. ഇറാന്റെ ദിവ്യാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ 2 ആഴ്ച പിന്നിട്ടു. പ്രകടനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അക്രമങ്ങളിൽ മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് 116 ആയി. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ സർക്കാരുമായി സോഴ്സ് കോഡ് പങ്കിടണമെന്നും സുരക്ഷാ നടപടികളുടെ ഭാഗമായി നിരവധി സോഫ്റ്റ്വെയർ മാറ്റങ്ങൾ വരുത്തണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചു. ഇത് ആപ്പിൾ, സാംസങ് തുടങ്ങിയ ഭീമന്മാരിൽ നിന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ എതിർപ്പിന് കാരണമായി. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പുലർച്ചെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പത്തനംതിട്ട മജിസ്ട്രേറ്റ് ഞായറാഴ്ച ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് മാവേലിക്കരയിലെ സബ് ജയിലിലേക്ക് അയച്ചു.